എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ അക്രമ സംഭവങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. ഇതിലാരെയൊന്നും മാറ്റി നിർത്താനൊന്നും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും അവിടെ അക്രമ സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് അവർ മാറി ചിന്തിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ മനു തോമസാണ്. മനു തോമസ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. കണ്ണൂർ പൊളിറ്റിക്സിനെ പഠിക്കുന്നവർക്ക് അതിന് ഒരു എക്സാമ്പിളായിട്ട് എടുത്തു വെച്ച് പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് മനു തോമസ്. കാരണം മനു തോമസ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മാറിപ്പോകുന്നു. ആ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അയാൾ പൊതുസ്ഥലത്ത് വിളിച്ചു പറയുന്നു. പ്രധാന നേതാവിനെ ഫോക്കസ് ചെയ്യുന്നു. ആ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ ഫോക്കസ് ചെയ്ത് വലിയ വെല്ലുവിളികൾ നടത്തുന്നു. അപ്പോൾ അത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സാധാരണഗതിയിൽ അങ്ങനെ ഒരാൾ നടത്തുകയാണെങ്കിൽ അയാളുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് എണ്ണപ്പെടാവുന്ന ദിവസങ്ങളാണ്. അയാളുടെ ആയുസ് അല്ലെങ്കിൽ അയാൾക്ക് ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നത് വെട്ടിച്ചായ്ക്കുക എന്നൊക്കെയുള്ള പരിപാടികളൊക്കെ നടത്തിക്കളയുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ നിന്നൊരു സമയത്ത്, അതൊക്കെ അവസാനിച്ച സമയത്ത് ഈ പറയുന്ന പോലെ പൊളിറ്റിക്കലി അല്ലാത്ത രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ക്രൈമുകൾ അവിടെ ഉണ്ടായി തുടങ്ങി. നേരത്തെ അത് പാർട്ടിക്കാർ സമ്മതിക്കില്ലായിരുന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷങ്ങളല്ലാതെ മറ്റ് ക്രൈമുകൾ സംഭവിക്കുക എന്ന് പറയുന്നത് കണ്ണൂരുകാർ അനുവദിക്കത്തില്ല. ഇപ്പോൾ എന്താ പറയുക, ഇതുപോലെ ഓരോ കോർണറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി സംഘങ്ങൾ പിടിമുറുക്കുക, അതൊന്നും അവിടെ നടക്കില്ല.